ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അസുക്കുട്ടിയുടെ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂളാണ്. അപ്പോൾ ഇന്നാണ് സ്കൂൾ തുറക്കുന്ന ദിവസം. അങ്ങനെ നമ്മൾ അസുക്കുട്ടിയെ റെഡിയാക്കി അവളുടെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്തു. അങ്ങനെ ഇന്ന് നമ്മൾ കൊടുത്തു വിടുന്നത് ആപ്പിളാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അസുക്കുട്ടി സ്കൂളിൽ പോകാനായിട്ട് കുടയൊക്കെ പൊടിച്ച് റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ അവളെ കൊണ്ടുവിടാണ് സ്കൂളിൽ. കുട്ടികളൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാണ്ട് എൻറ്റയർ വീഡിയോയിലോട്ട് പോയാലോ. നല്ല ഉറക്കത്തിലാണ് നമ്മുടെ അസ്വക്കുട്ടി. അസ്വ സ്കൂളിൽ പോണ്ടേ? സ്കൂളിൽ പോണ്ടേ? എനിക്ക് വാ 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 എനിക്ക് വാ വാ. അങ്ങനെ നമ്മുടെ അസ്വ ഭയങ്കര കരച്ചിലായിരുന്നു. സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു കരച്ചിൽ. അങ്ങനെ അവസാനം നമ്മൾ അവളെ കുളിപ്പിച്ചൊരുക്കി ഗായ്സ്. പക്ഷെ അവൾ യൂണിഫോം ഇടാനേ വിടുന്നുണ്ടായിരുന്നില്ല. 1-2 തവണ അവൾ ഇട്ട് തയ്പ്പിച്ചു. അങ്ങനെ അവസാനം നമ്മൾ എങ്ങനെയൊക്കെ അവളെ യൂണിഫോം ഇട്ടു ഗായ്സ്. അവളുടെ യൂണിഫോം വരുന്നത് ഷർട്ട് ആൻഡ് സ്കേർട്ടാണ്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഇതുപോലെ തന്നെ ഷർട്ട് ആൻഡ് സ്കേർട്ടാണോ അല്ല ചുരിദാറാണോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ അവൾക്ക് ടൈയൊക്കെ കെട്ടി കൊടുത്തു. അപ്പോൾ ആരെങ്കിലും സ്കൂളിൽ ഇതുപോലെ ടൈ ഇട്ടിട്ട് പോവാറുണ്ടോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇവർക്ക് സ്കൂളിൽ 2 സൈഡിൽ ഇതേപോലെ മുടി കെട്ടിക്കൊടുക്കണം. അങ്ങനെ നമ്മൾ അസുക്കുട്ടി മുടിയൊക്കെ ചീകി സുന്ദരിയാക്കി കേട്ടോ. അപ്പോൾ ആരുടെയൊക്കെ സ്കൂളിലാണ് ഇതേപോലെ മുടി 2 സൈഡും കെട്ടിയിട്ട് പോകാനുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം അവൾക്ക് നമ്മൾ ഫുഡൊക്കെ കൊടുത്തു. പക്ഷെ അവളൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ അവസാനം നമ്മൾ അവൾക്കൊരു ഗ്ലാസ് പാല് കൊടുത്തു. പാല് കുടിക്കുക അസ്വ, കുറച്ച് കുടിക്കേ. കുടിക്കുക അസ്വ, കുറച്ച് കുടിച്ചോ, കുടിക്കേ. അവൾ ഭയങ്കര വാശിയായിരുന്നു. അവൾ എത്ര പറഞ്ഞിട്ടും അവൾ പാല് കുടിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ അവളെ റെഡിയാക്കി. നമ്മളങ്ങനെ നേരെ ടിഫിൻ ബാഗ് പാക്ക് ചെയ്യാനായിട്ട് വന്നു. അങ്ങനെ ഇന്ന് നമ്മൾ അവൾക്ക് ടിഫിൻ ബാഗിൽ കൊടുക്കാൻ പോകുന്നത് ആപ്പിളാണ്. അങ്ങനെ അവളൊന്നും കഴിക്കാത്തതുകൊണ്ട് അവൾക്ക് കുറച്ച് അധികം തന്നെ ആപ്പിൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇവർക്ക് സ്കൂൾ ഉച്ചവരെ ആയതുകൊണ്ട് നമ്മളങ്ങനെ വേറെ ലഞ്ചൊന്നും കൊടുത്തിട്ടില്ല. വെറും ഫ്രൂട്ട്സ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ലഞ്ച് ബോക്സിൽ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത്? ഇതേപോലെ ഫ്രൂട്ട്സ് ആണോ അല്ല ചോറാണോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ടിഫിൻ ബാഗൊക്കെ റെഡിയാക്കി ഗൈസ്. അങ്ങനെ എല്ലാം റെഡിയായി നമ്മൾ അസുക്കുട്ടി സ്കൂളിൽ പോകാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുടയൊക്കെ പിടിച്ച് അവൾ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. ഇന്ന് അവളുടെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ അവളെ സ്കൂൾ ബസ്സിൽ വിടുന്നില്ല. നമ്മൾ കാറിൽ അവൾ സ്കൂളിൽ വിടാൻ പോയാണ്. നമ്മളുടെ അസുക്കുട്ടി ഒളിച്ചിരിക്കുകയാണ് ഗൈസ്. അവൾക്ക് ഭയങ്കര നാണാണ് ഗൈസ്. അങ്ങനെ നമ്മൾ സ്കൂളെത്തി ഗൈസ്. അങ്ങനെ അവസാനം നമ്മൾ അവളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ നമ്മൾ നേരെ അവളുടെ ക്ലാസ് റൂമിലോട്ട് വിട്ടു. ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ഒരു ആയാണ് കുട്ടികളെ ഒക്കെ ക്ലാസ്സിലോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുട്ടികളൊക്കെ വെൽക്കം ചെയ്യാനായിട്ട് ഒത്തിരി ബലൂൺസും അതുപോലെ തന്നെ ഡെക്കറേഷൻസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അസുക്കുട്ടിയുടെ ക്ലാസ് എത്താറായി ഗൈസ്. ഈ ബിൽഡിങ്ങിലാണ് നമ്മുടെ അസുക്കുട്ടിയുടെ ക്ലാസ് റൂം.
ഇതിവിടെ മേളത്തെ നിലയിലാണ്. അങ്ങനെ നമ്മൾ മേളത്തെ നിലയിലെത്തി. അങ്ങനെ നമ്മൾ അസുക്കുട്ടി ആകെ സങ്കടത്തിലാണ്. അങ്ങനെ നമ്മുടെ അസുകുട്ടി കരയാൻ തുടങ്ങി. അവൾ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു കരച്ചിൽ. അങ്ങനെ അവസാനം നമ്മൾ അവളെ ക്ലാസ്സിലാക്കി. ക്ലാസ്സിലാണെങ്കിൽ എല്ലാ കുട്ടികളും കരയുന്നുണ്ടായിരുന്നു, കൂടെ അവളും കരയുന്നുണ്ടായിരുന്നു. ഈ കുട്ടികളുടെയൊക്കെ കരച്ചിൽ കേട്ട് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. പുറത്താണെങ്കിൽ നല്ല മഴയായിരുന്നു. അങ്ങനെ മഴ കാരണം നമ്മൾ അവിടെ തന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. അങ്ങനെ ആ സമയത്താണ് കുറേ കുട്ടികളിങ്ങനെ കുടയും പിടിച്ചിങ്ങനെ വരുന്നുണ്ടായിരുന്നത്. അങ്ങനെ മഴ കാരണം പേരൻസൊക്കെ അവിടെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അസുക്കുട്ടി കരച്ചിലൊക്കെ നിർത്തി ഗൈസ്. അങ്ങനെ ടീച്ചേഴ്സൊക്കെ കുട്ടികൾക്ക് എല്ലാവർക്കും ടിഫിൻ ബോക്സ് തുറന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അസുക്കുട്ടിയും അതിൽ നിന്ന് ആപ്പിൾ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ കരച്ചിൽ നിർത്തിയതോടെ നമുക്കങ്ങനെ കുറച്ച് ആശ്വാസമായി. അങ്ങനെ നമ്മൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അസുക്കുട്ടിക്ക് ടാറ്റൊക്കെ പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കും സ്കൂൾ ബസ് വന്നു. ഒരു 2:30 മണിയാവുന്ന സമയത്താണ് അവളുടെ സ്കൂൾ ബസ് വരുന്നത്. അങ്ങനെ അവൾ ഹാപ്പിയായി നടന്നു തന്നെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അങ്ങനെ പുതിയ വീഡിയോവുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ പുതിയ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.